Hi friends, welcome to St. Mary's Learning Academy Eratubeta 790-724-1846 9497489746 സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമി ഈരാറ്റുപേട്ടയിൽ ഓൺലൈൻ ട്യൂഷൻ ക്ലാസുകൾ നടന്നു വരുന്നു. കേരള സ്റ്റേറ്റ് സിലബസ് എല്ലാ വിഷയങ്ങൾക്കുമുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസുകൾ സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു. 2020 SSLC പരീക്ഷ എഴുതുന്നവർക്കായിട്ടുള്ള മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്കുള്ള റിവിഷൻ ക്ലാസുകളും നടന്നു വരുന്നു. നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് ക്ലാസുകളിൽ പങ്കെടുക്കാം. സിലബസ് അനുസരിച്ചുള്ള പരിശീലനം, മുൻവർഷ ചോദ്യ പേപ്പർ അവലോകനം, സംശയ നിവാരണത്തിനുള്ള അവസരം, ഇതൊക്കെ ഞങ്ങളുടെ ക്ലാസുകളുടെ പ്രത്യേകതകളാണ്. ഈ ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിനും ക്ലാസുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനുമായി 790-724-1846 9497489746 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രം 1 ഒന്നാമത്തെ അധ്യായത്തെക്കുറിച്ചുള്ളതാണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, അതാണ് ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ലോകത്തെ സ്വാധീനിച്ച ഏതാനും പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെക്കുറിച്ചാണ്. 5 വിപ്ലവങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കുവാൻ ഉള്ളത്. ലോകത്തെ സ്വാധീനിച്ച 5 പ്രധാന വിപ്ലവങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലാക്കണം എന്താണ് വിപ്ലവങ്ങൾ. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. നിലവിലിരുന്ന വ്യവസ്ഥയ്ക്കെതിരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പോരാട്ടങ്ങളും സമരങ്ങളും, അതാണ് വിപ്ലവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർത്തിരിക്കാം, നിലവിലിരുന്ന വ്യവസ്ഥയ്ക്കെതിരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പോരാട്ടങ്ങളും വിപ്ലവങ്ങളും പോരാട്ടങ്ങളും സമരങ്ങളുമാണ് വിപ്ലവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട 5 വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. ആദ്യ ഭാഗത്ത് കാണുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. അമേരിക്കയിലെ 11 കോളനികളിൽ ഇംഗ്ലണ്ട് നടപ്പാക്കിയ നിയമങ്ങൾക്കെതിരെ കോളനി നിവാസികൾ നടത്തിയ സമരം, അതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കയിലെ 11 കോളനികളിൽ ഇംഗ്ലണ്ട് നടപ്പാക്കിയ നിയമങ്ങൾക്കെതിരെ കോളനി നിവാസികൾ നടത്തിയ സമരം, അതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഈ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഫ്രാൻസിലെ സാമൂഹ്യ സാമ്പത്തിക അസമത്വം നിറഞ്ഞ സമൂഹത്തിൽ 3ാം എസ്റ്റേറ്റിലെ ജനങ്ങൾ നടത്തിയ പോരാട്ടം, അതാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 3ാം എസ്റ്റേറ്റിലെ ജനങ്ങൾ നടത്തിയ ഐതിഹാസിക പോരാട്ടം, അതാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. സ്പെയിൻ, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ ശക്തികൾക്കെതിരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നടത്തിയ പോരാട്ടം, അതാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്പെയിൻ, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ ശക്തികൾക്കെതിരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നടത്തിയ പോരാട്ടം, അതാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. അടുത്തതായിട്ട് 4ാമതായിട്ട് നമ്മൾ കാണുന്ന റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. റഷ്യയിലെ സർ ഭരണത്തിനെതിരെ നടത്തിയ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. റഷ്യയിലെ സർ ഭരണത്തിനെതിരെ നടത്തിയ വിപ്ലവം, അതാണ് റഷ്യൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 5ാമതായിട്ട് നമ്മൾ കാണുന്നത് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ്. മഞ്ചു രാജ്യവംശത്തിനെതിരെ പിന്നീട് ചിയാങ് കൈഷ്
കൈഷക്കിൻ്റെ ഭരണത്തിനെതിരെ നടന്ന വിപ്ലവം, അതാണ് ചൈനീസ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർത്തിരിക്കാം, മഞ്ചു രാജവംശത്തിനെതിരെ ചിയാങ് കൈഷക്കിൻ്റെ ഭരണത്തിനെതിരെ നടന്ന വിപ്ലവങ്ങൾ, അതാണ് ചൈനീസ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ 5 വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കാണുന്നത്. നിലവിലിരുന്ന വ്യവസ്ഥയ്ക്കെതിരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പോരാട്ടങ്ങളും സമരങ്ങളും, അതിനെപ്പറ്റിയാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തോട്ട് പോകാം. ചാപ്റ്റർ 1, റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കുമാരനാശാൻ്റെ കവിതയിൽ നിന്നുള്ള ഏതാനും വരികളാണ് നമ്മൾ ഈ ആദ്യ ഭാഗത്ത് കാണുന്നത്. ഒരു ഉദ്ബോധനം എന്ന കുമാരനാശാൻ്റെ കവിതയിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതാനും ഭാഗങ്ങളാണ് നമ്മൾ ഈ ആദ്യ ഭാഗത്ത് കാണുന്നത്. സ്വാതന്ത്ര്യത്തിന് മനുഷ്യ ജീവിതത്തിലുള്ള പ്രാധാന്യം, അതാണ് നമ്മൾ ഈ കവിതയുടെ ആദ്യ ഭാഗത്ത് കാണുന്നത്. ഈ ചാപ്റ്ററിൽ നോക്കുവാണേലും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികർ നടത്തിയ സമരങ്ങൾ, പോരാട്ടങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കാണുന്നത്. അല്ലെങ്കിൽ എത്രമാത്രം ത്യാഗം സഹിച്ചാണ് നമ്മുടെ പൂർവികർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്, അതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രധാന ഉദ്ദേശം. കുമാരനാശാൻ്റെ വരികളിലേക്ക് കടന്നാൽ തന്നെ, ഫ്രീഡം എലോൺ ഈസ് നെക്ടർ ഡിവൈൻ, ഫ്രീഡം ഈസ് ഇറ്റ് സെൽഫ്, ടു എ സെൽഫ് റെസ്പെക്റ്റിംഗ് പീപ്പിൾ സ്ലേവറി ഈസ് മോർ ടെറിബിൾ ദാൻ ഡെത്ത്. അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുമാരനാശാൻ തൻ്റെ കവിതയിൽ പറയുന്നത്. സ്വാതന്ത്ര്യം എത്രമാത്രം വിലപ്പെട്ടതാണ്. അടിമത്തം എന്ന് പറഞ്ഞാൽ മരണത്തെക്കാളും ഭീകരമാണ്. അതൊക്കെയാണ് കുമാരനാശാൻ തൻ്റെ കവിതയിൽ ആദ്യ ഭാഗത്ത് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന അതിനെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം കുമാരനാശാൻ്റെ കവിതയിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരികയാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യ ഭാഗത്ത് ചെയ്യുന്നത്. പിന്നീടുള്ള ടെക്സ്റ്റ് ബുക്കിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും പിന്നീട് നമ്മൾ കാണുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന വിപ്ലവങ്ങളെക്കുറിച്ചുമാണ് പിന്നീടുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇൻ സെവറൽ പ്ലേസസ് ദി കോമൺ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് ആസ് മച്ച് ഫ്രീഡം ആസ് വി ഹാവ് ടുഡേ. ഇന്ന് നമ്മൾക്കുള്ള പോലെ സ്വാതന്ത്ര്യം ലോകത്തിൻ്റെ പല ഭാഗത്തും പണ്ടുകാലത്ത് ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ദി പീപ്പിൾ ഹൂ വെർ ഡിപ്രൈവ്ഡ് ഓഫ് ഫ്രീഡം ഹാഡ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. അതായത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ആൾക്കാർ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം എടുത്താൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബ്രിട്ടീഷുകാർക്കെതിരെ മഹാത്മാഗാന്ധിയുടെയും അതുപോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും ജനങ്ങൾ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ നിലയിലുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചത്. അതാണ് നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്നത്. ദി പീപ്പിൾ ഹൂ വെർ ഡിപ്രൈവ്ഡ് ഓഫ് ഫ്രീഡം ഹാഡ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. സം അഡോപ്റ്റഡ് പീസ്ഫുൾ മെത്തേഡ്സ് വേറസ് അതേഴ്സ് പ്രിഫേർഡ് ആംഡ് റിബല്യൻ. അതായത് പോരാട്ടങ്ങൾക്ക് പലരും പല രീതികളാണ് പ്രയോഗിച്ചത്. ചിലർ സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ പോരാട്ടങ്ങൾ നടത്തിയപ്പോൾ വേറെ ചിലർ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പോരാട്ടങ്ങൾ നടത്തിയത്. അതാണ് നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്നത്. ചില ഭാഗത്ത് കലാപങ്ങൾ വഴി പോരാട്ടം നടത്തിയപ്പോൾ വേറെ ചില ഭാഗത്ത് സമാധാന മാർഗങ്ങൾ ഉപയോഗിച്ചാണ് പോരാട്ടങ്ങൾ നടത്തിയത്. All these struggles tried to change the system that denied freedom and rights and to establish a new one. അതായത് ഈ നടത്തിയ സമരങ്ങളുടെ എല്ലാം ലക്ഷ്യം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഈ സമരങ്ങളുടെ എല്ലാം ലക്ഷ്യം. അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന വ്യവസ്ഥകളെ മാറ്റിമറിക്കുക, നിലവിലിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരിക, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുക. അതൊക്കെയായിരുന്നു ഈ സമരങ്ങളുടെ പ്രധാന ഉദ്ദേശം.
ദെർഫോർ ദേ ആർ നോൺ ആസ് റെവല്യൂഷൻസ്. അതുകൊണ്ട് അവ റെവല്യൂഷൻസ് അല്ലെങ്കിൽ വിപ്ലവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് നമ്മളോട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, റെവല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ആർ റെവല്യൂഷൻസ്, അല്ലെങ്കിൽ വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഉത്തരം എഴുതാവുന്നതാണ്. In several places, the common people did not have as much freedom as we have today. The people who were deprived of freedom had to fight for it. All the struggles tried to change the system that denied freedom and rights and to establish a new one. Therefore, they are known as revolutions. The main aim of revolutions was to get freedom from the എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ. അതായത് നിലവിലുള്ള വ്യവസ്ഥയിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം ലഭിക്കുക. അതായിരുന്നു ഈ റെവല്യൂഷൻസിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത്. ഒരുപക്ഷെ പരീക്ഷയ്ക്കൊക്കെ എന്താണ് റെവല്യൂഷൻസ് എന്ന് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം 5 പ്രധാനപ്പെട്ട റെവല്യൂഷൻസിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കാണുന്നത്. ദി 5 ഇമ്പോർട്ടൻറ്റ് റെവല്യൂഷൻസ്. ഇനി അടുത്ത ഭാഗത്ത് ഈ റെവല്യൂഷൻസിന് അല്ലെങ്കിൽ വിപ്ലവങ്ങൾക്കൊക്കെ പ്രേരകമായി തീർന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് ഈ വിപ്ലവങ്ങൾക്ക് പ്രോത്സാഹനവും ഉത്തേജനവും ഒക്കെ നൽകിയത്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനിയുള്ള ഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഭാഗവും ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. റിനൈസൻസിനെ പറ്റിയൊക്കെ അല്ലെങ്കിൽ നവോത്ഥാനത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഈ ഭാഗത്തും പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. ഡു യു റിമെമ്പർ ദി റിനൈസൻസ് ഡിസ്കസ്ഡ് ഇൻ പ്രീവിയസ് ക്ലാസ്സസ്? കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച റിനൈസൻസിനെ കുറിച്ചുള്ള ആ ഭാഗം ഒന്നും കൂടെ ഓർക്കുവാനാണ് ഈ ഭാഗത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നവോത്ഥാന ചിന്തകൾ, അതിനെപ്പറ്റി ഓർക്കാനാണ് ഈ ഭാഗത്ത് പറയുന്നത്. നവോത്ഥാന ചിന്തകളാണ് പ്രധാനമായിട്ടും ഈ വിപ്ലവങ്ങൾക്ക് കാരണമായിട്ട് തീർന്നത്. നവോത്ഥാനത്തിൻ്റെ ഫലമായി ജനങ്ങളുടെ ചിന്താരീതിയിലും കാഴ്ചപ്പാടിലും ഉണ്ടായ മാറ്റങ്ങളാണ് വിപ്ലവങ്ങൾക്ക് കാരണമായിട്ട് തീർന്നത്. റിനൈസൻസ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ തോട്ട്സ്, വ്യൂസ് ആൻഡ് ലൈഫ്. അതായത് നവോത്ഥാന ചിന്തകളുടെ ഭാഗമായി ആൾക്കാരുടെ കാഴ്ചപ്പാടിലും അതുപോലെ ചിന്താരീതിയിലും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ, അതാണ് വിപ്ലവങ്ങൾക്ക് കാരണമായിട്ട് തീർന്നത്. റിനൈസൻസ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ തോട്ട്സ്, വ്യൂസ് ആൻഡ് ലൈഫ്. അതാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. ചൂഷണങ്ങൾക്കെതിരെ പോരാടാൻ ജനങ്ങൾക്ക് ശക്തി ലഭിച്ചത് ഈ ചിന്താരീതിയിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ്. ലെറ്റസ് എക്സാമിൻ ദം. അതായത് ഈ നവോത്ഥാനത്തിൻ്റെ ഫലമായി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് റിനൈസൻസ്? അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഹ്യൂമനിസം, മാനവികത അല്ലെങ്കിൽ ഹ്യൂമനിസം. സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം ആൾക്കാർക്ക് ലഭിച്ചു. പിന്നെ റാഷണൽ തിങ്കിങ്, യുക്തിചിന്ത. എൻലൈറ്റ്മെൻറ്റ്, ജ്ഞാനോദയം. ഇതൊക്കെയാണ് റിനൈസൻസിൻ്റെ ഫലമായി ആൾക്കാർക്ക് ഉണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ വിപ്ലവങ്ങൾക്ക് അവർക്ക് പ്രചോദനം നൽകിയ ഘടകങ്ങൾ. ഇനി അടുത്ത ഭാഗത്തോട്ട് നമ്മൾ വരുമ്പം പ്രധാനമായിട്ടും കാണുന്ന എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഭാഗത്ത് കണ്ടു, റിനൈസൻസിൻ്റെ ഫലമായി ആൾക്കാർക്കുണ്ടായ ചിന്താഗതിയിലുണ്ടായ മാറ്റങ്ങളൊക്കെ ആ നിലവിലിരുന്ന വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻലൈറ്റ്മെൻറ്റിൻ്റെ അകത്ത് എന്താണ് വരുന്നത്, അതാണ് നമ്മൾ ഇനിയുള്ള ഭാഗത്ത് പ്രധാനമായിട്ടും കാണാൻ പോകുന്നത്. ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് ആ ഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്നത്. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ സമഗ്രയിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കേരള സർക്കാരിൻ്റെ സമഗ്രയിൽ നിന്നും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ലഭിക്കുന്നതാണ്.
ടെക്സ്റ്റ് ബുക്കും കൂടെ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ കളറിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കളറിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. എന്തൊക്കെ ചിന്തകളാണ് ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചത്? Thinkers of this movement propagated the ideas like freedom, democracy, equality, and nationalism. It encouraged the people in different parts of the world to protest against the autocratic system prevailing then. These protests developed into revolutions in many places. അതായത് എൻലൈൻമെൻറ്റിൻ്റെ ഫലമായി അല്ലെങ്കിൽ ജ്ഞാനോദയത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കുവാൻ ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. തൽഫലമായി പല നാടുകളിലും ജനകീയ വിപ്ലവങ്ങൾ ഉണ്ടായി. അതാണ് നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്നത്. ഇപ്പം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, വാട്ട് ഈസ് എൻലൈറ്റ്മെൻറ്റ് എന്ന് ചോദിക്കാം. ഇറ്റ് വാസ് ദി സയൻറ്റിഫിക് എൻലൈറ്റ്മെൻറ്റ് എന്താണ്? അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? Thinkers of this movement propagated ideas like freedom, democracy, equality, and nationalism. It encouraged people in different parts of the world to protest against the autocratic system prevailing them. The thinkers of this movement gave importance to reasoning and opined that society is always progressing. ഇതൊക്കെയാണ് ജ്ഞാനോദയത്തിൻ്റെ ഫലമായിട്ട് വന്ന ചിന്താഗതിയിൽ വന്ന മാറ്റങ്ങൾ. ഇനി നമ്മൾ അടുത്തായിട്ട് ഈ ചാപ്റ്ററിൽ ആദ്യ ഭാഗമാണ് കാണുവാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓർത്തിരിക്കാം, അമേരിക്കയിലെ 13 കോളനികൾ ഇംഗ്ലണ്ട് നടപ്പാക്കിയ നിയമങ്ങൾക്കെതിരായി നടത്തിയ ഐതിഹാസിക സമരം, അതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. The struggle started by 13 colonies against England in America is known as American War of Independence. അതായത് അമേരിക്കയിലെ 13 കോളനികൾ ഇംഗ്ലണ്ട് നടപ്പാക്കിയ നിയമങ്ങൾക്കെതിരെ നടത്തിയ സമരം, അതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസും അതുപോലെ ബോസ്റ്റൺ ടീ പാർട്ടിയൊക്കെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കാണുന്നുണ്ട്. അതുപോലെ അമേരിക്കൻ വിപ്ലവത്തെ സ്വാധീനിച്ച ഏതാനും വ്യക്തികളെക്കുറിച്ചും നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നുണ്ട്. അമേരിക്കൻ വിപ്ലവത്തിന് കാരണമായ ചിന്തകര്, അവരുടെ ആശയങ്ങൾ, അതിനെപ്പറ്റിയും ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നുണ്ട്. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിനെ കുറിച്ചും ഈ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക സ്വാതന്ത്ര്യം നേടുന്ന പാരീസ് ഉടമ്പടിയെക്കുറിച്ചും നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുണ്ട്. ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്ന അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ പറ്റിയാണ് ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടത് നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ. അത് ആണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലോഗൻ. ദി സ്ലോഗൻ ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദിച്ചേക്കാം, നോ ടാക്സേഷൻ വിതൗട്ട് ഇൻഡിപെൻഡൻസ്. പ്രാതിനിധ്യമില്ലാത്ത നികുതിയില്ല. അതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഓർത്തിരിക്കാം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം.
ജെയിംസ് ഓട്ടിസിൻ്റെതാണ് ഈ മുദ്രാവാക്യം. ജെയിംസ് ഓട്ടിസ് ആണ് നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന മുദ്രാവാക്യം പ്രധാനമായിട്ടും തയ്യാറാക്കിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മളോട് ഇതിൻ്റെ അകത്ത് ഒരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് പീപ്പിൾ ഡിമാൻഡ് ത്രൂ ദിസ് സ്ലോഗൻ ഫ്രെയിംഡ് ബൈ ജെയിംസ് ഓട്ടിസ്. അതായത് നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന സ്ലോഗൻ വഴി ആൾക്കാരെ എന്താണ് ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ആ സ്ലോഗൻ, ആ ഒരു മുദ്രാവാക്യം വഴി അവർ എന്താണ് ആവശ്യപ്പെട്ടത്, അതാണ് അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്റിൽ അവർക്ക് പ്രാധാന്യം ലഭിക്കണം, അതാണ് ഒന്നാമതായിട്ട്. ഭരണത്തിൽ അവർക്ക് പ്രാധാന്യം ലഭിക്കണം, അതാണ് ഒന്നാമതായിട്ട് അവർ ആവശ്യപ്പെട്ടത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് റെപ്രസെൻറ്റേഷൻ ഇൻ പാർലമെൻറ്റ്, അതായത് ഭരണസഭകളിൽ അവർക്ക് പ്രാതിനിധ്യം നൽകണം, അതാണ് രണ്ടാമത് ആവശ്യപ്പെട്ടത്. മൂന്നാമത് ഫ്രീ ട്രേഡ്, സ്വതന്ത്ര വ്യാപാരത്തിന് അനുമതി നൽകണം, അതാണ് മൂന്നാമതായിട്ട് ഈ മുദ്രാവാക്യം വഴി ജനങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്, വിഭവങ്ങൾ കൈയടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കോളനികൾ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ യൂറോപ്യർ സ്ഥാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഈ വിപ്ലവങ്ങളും സമരങ്ങളും എല്ലാം നടക്കുന്നത്. ഫ്രീ ട്രേഡ്, അവർക്ക് സ്വതന്ത്ര വ്യാപാരത്തിന് അനുമതി നൽകണം, അതാണ് ജനങ്ങൾ ആവശ്യപ്പെട്ട്. മെർക്കൻറ്റലൈസ്ഡ് നിയമങ്ങളുടെ ഫലമായിട്ട് പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിരുന്നു, അതിനൊക്കെ എതിരെയാണ് ജനങ്ങൾ അമേരിക്കയിൽ പോരാടിയത്. Let us discuss the circumstances that led to the agitation. From 16th century onwards, Europeans began to migrate to North America. The major aim of migration was to exploit the resources. അതായത് അവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ ആ വിഭവങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് പോവുക, അതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഈ മൈഗ്രേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. യൂറോപ്യൻസ് അമേരിക്കയിലോട്ട് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതുതന്നെയായിരുന്നു. By the 18th century, England had established 13 colonies in the eastern coast of North America. ഇംഗ്ലണ്ട് 13 കോളനികളാണ് അമേരിക്കയിൽ സ്ഥാപിച്ചത്. ഇനി നമ്മുടെ പുസ്തകത്തിൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, ആ മാപ്പിൽ 13 കോളനികളുടെയും പേരാണ് നൽകിയിരിക്കുന്നത്. 13 കോളനികൾ ഏതൊക്കെയാണ്, അവയുടെ പേരാണ് നമുക്ക് അടുത്തതായിട്ട് മാപ്പിൽ നൽകിയിരിക്കുന്നത്. ഇംഗ്ലണ്ട് അമേരിക്കയിൽ സ്ഥാപിച്ച 13 കോളനികൾ. ന്യൂ ഹാംഷയർ, മാസച്ചൂസെറ്റ്സ്, റോഡ് ഐലൻഡ്, കോൺസ്റ്റിറ്റ്യൂട്ട്, ന്യൂ ജേഴ്സി, ഡെലവെയർ, മേരിലാൻഡ്, വിർജീനിയ, നോർത്ത് കരോളിന, സൗത്ത് കരോളിന, ജോർജിയ, പെൻസിൽവാനിയ, ന്യൂയോർക്ക്. ഇതാണ് 13 കോളനികൾ. ഇനി അടുത്ത് നമ്മൾ കാണുന്ന മൈഗ്രേഷൻ ടു അമേരിക്ക. എന്നാണ് അമേരിക്കയിലേക്കുള്ള മൈഗ്രേഷൻ ആരംഭിച്ചത്, അല്ലെങ്കിൽ അമേരിക്കയിലോട്ടുള്ള കുടിയേറ്റം എന്ന് മുതലാണ് ആരംഭിച്ചത്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ക്രിസ്റ്റോഫർ കൊളംബസ്, എ സെയിലർ ഓഫ് ദി സ്പാനിഷ് ഗവൺമെൻറ്, റീച്ച്ഡ് നോർത്ത് അമേരിക്ക ഇൻ 1492. He called the indigenous people as Indians. He thought that the place he reached was India. Later, they were known as Red Indians. ക്രിസ്റ്റോഫർ കൊളംബസ് ആണ് അമേരിക്കയിൽ എത്തുകയും അവിടെയുള്ള ആൾക്കാരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുകയും ചെയ്യുന്ന ആ സംഭവമാണ് നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്നത്. The earlier colonies in America were established by a group of people who assailed to America from the religious persecution of the King of England in the 70th century on a ship called Mayflower. They were known as Pilgrim Fathers. With the increase in European migration, Red Indians were displaced to the interiors. The Europeans seized their land and flock of
ഷിപ്സ്, അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറ്റം തുടങ്ങുന്നു. അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്നത്. ആദ്യം കിങ് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ കീഴിലുള്ള ഏതാനും റിലീജിയസ് ലീഡേഴ്സ് ആയിരുന്നു ആദ്യമേ അങ്ങോട്ട് കുടിയേറ്റം നടത്തിയത്. അതിനുശേഷം യൂറോപ്യന്മാർ പയ്യെ പയ്യെ അമേരിക്കയുടെ എല്ലാ ഭാഗങ്ങളും കീഴടക്കുന്നതായിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്നത്. എന്തിനു വേണ്ടിയാണ് അവർ കീഴടക്കിയത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടാണ്. ബ്രിട്ടീഷ് ട്രീറ്റഡ് ദി അമേരിക്കൻ കോളനീസ് ആസ് സെൻറ്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ് ഫോർ ദെയർ ഇൻഡസ്ട്രി and as market for selling their product. The British treated American colonies as centers for collecting raw materials for their industry and as market for selling their product. ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളെ കണ്ടിരുന്ന അവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു സെൻറ്റേഴ്സായിട്ടും അതുപോലെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് വിൽക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ടുമായിരുന്നു അവർ അമേരിക്കയെ കണ്ടിരുന്നത്. ദിസ് പോളിസി ഇംപ്ലിമെൻറ്റഡ് ബൈ ദി ബ്രിട്ടീഷ് മെർക്കൻറ്റൈസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ് ഇൻ ദി അമേരിക്കൻ കോളനീസ് ഈസ് നോൺ ആസ് മെർക്കൻറ്റലിസം. വാട്ട് ഈസ് മെർക്കൻറ്റലിസം? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാവുന്നതാണ്. മെർക്കൻറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ്. വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുമുള്ള കമ്പോളമായി അമേരിക്കൻ കോളനികളെ ഇംഗ്ലീഷുകാർ കണക്കാക്കി. ഇതിൻ്റെ ഭാഗമായി മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പാക്കിയ നയം, അതാണ് മെർക്കൻറ്റലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമേരിക്കൻ കോളനികളിൽ കച്ചവടക്കാർ നടപ്പാക്കിയ ബ്രിട്ടൻ്റെ നയങ്ങൾ, അതാണ് മെർക്കൻറ്റലിസ്റ്റ് ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന. ദി ബ്രിട്ടീഷ് ട്രീറ്റഡ് അമേരിക്കൻ കോളനീസ് ആസ് സെൻറ്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ് ഫോർ ദെയർ ഇൻഡസ്ട്രി ആൻഡ് ആസ് മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്. ബ്രിട്ടീഷ് മെർച്ചൻസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ് ഇൻ ദി they implemented policies in order to conquer American colonies. This is known as mercantilistic laws. പ്രധാനപ്പെട്ട മെർക്കൻറ്റലിസ്റ്റിക് നിയമങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെർക്കൻറ്റലിസ്റ്റിക് ലോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനിയുള്ള ഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്നത്. The goods to and from the colonies must be carried only in British ships or ships built in British colonies. അതായത് കോളനീസിലുള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ബ്രിട്ടൻ്റെ അനുമതിയോടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഷിപ്സിൽ മാത്രമേ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്, പ്രൊഡക്റ്റ് ഓഫ് ദി കോളനീസ് ലൈക്ക് ഷുഗർ, വോൾ, കോട്ടൺ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. അതായത് കോളനീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചസാര, വൂൾ, കോട്ടൺ, ടുബാക്കോ, അതൊക്കെ ഇംഗ്ലണ്ടിലോട്ട് മാത്രമേ വിൽക്കാൻ പറ്റുകയുള്ളൂ. അതാണ് രണ്ടാമത്തെ നിയമമായിട്ട് കൊണ്ടുവന്നത്. ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി ഫിക്സ്ഡ് ഓൺ ഓൾ ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ലൈസൻസ് എക്സെട്ര. അതായത് ബ്രിട്ടീഷ് സ്റ്റാമ്പ് എല്ലായിടത്തും ഉപയോഗിക്കണം എന്നാണ്. എല്ലാ രേഖകളിലും ഉപയോഗിക്കേണ്ടത് ബ്രിട്ടീഷ് സ്റ്റാമ്പാണ്. അതാണ് മൂന്നാമത്തെ നിയമമായിട്ട് കൊണ്ടുവന്നത്. ബ്രിട്ടൻ്റെ അധികാരം സൂചിപ്പിക്കുക, അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത്. കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് കാർട്ടേഴ്സ് ഫോർ ദി ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വെയർ മെയിൻറ്റെയിൻഡ് ഇൻ ദി കോളനീസ്. അതായത് കോളനിയിലുള്ള ആൾക്കാർ ബ്രിട്ടീഷ് ട്രൂപ്സിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ബ്രിട്ടീഷ് ട്രൂപ്സിന് താമസിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ട്രൂപ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡും അവർ കൊടുക്കണം. അതാണ് ആ നിയമത്തിൽ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദി ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അതാണ് അടുത്തതായിട്ട് കാണുന്നത്. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്തിരിക്കുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അതാണ് അടുത്തതായിട്ട് കാണുന്നത്. ഇതൊക്കെയാണ് മെർക്കൻറ്റലൈസ്ഡ് നിയമത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ആധിപത്യം ഉറപ്പിക്കുക, അതാണ്
മെർക്കൻഡലൈസ് നിയമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങളുടെ ഫലമായിട്ട് സ്വതന്ത്ര വ്യാപാരത്തിനുള്ള ജനങ്ങളുടെ അവകാശമാണ് നിഷേധിക്കപ്പെട്ടത്. ആ അവകാശം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ പോരാടുവാൻ തീരുമാനിച്ചതും. കൂടാതെ ഏതാനും ചിന്തകരുടെ ആശയങ്ങളും ഇതിന് അവർക്ക് പ്രചോദനമായിട്ട് തീർന്നു. ഈ മെർക്കൻഡലൈസ്ഡ് നിയമങ്ങളാണ് പ്രധാനമായിട്ടും അവരെ പോരാട്ടങ്ങളിലേക്ക് നയിച്ച് തങ്ങളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് കവർന്നെടുക്കുകയാണ് എന്നൊരു ചിന്താഗതി ജനങ്ങൾക്കുണ്ടായി. തങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വ്യാപാരം ചെയ്യാൻ പോലും പറ്റുന്നില്ല, തങ്ങളുടെ സാധനങ്ങൾ ന്യായമായ വില ലഭിക്കുന്നില്ല, ഇംഗ്ലീഷുകാർ തങ്ങളെ ചൂഷണം ചെയ്യുന്നു. ആ ചിന്താഗതി കൊണ്ടാണ് ബ്രിട്ടനെതിരായിട്ട് ഇവർ പോരാടാൻ തീരുമാനിക്കുന്നത്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടിയെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതായത് റെഡ് ഇന്ത്യൻസിൻ്റെ വേഷം ധരിച്ച് കോളനി ജനങ്ങൾ തേയില കടലിലേക്ക് എറിയുന്ന സംഭവം, അതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1773 ഡിസംബർ 16 ഒരു കൂട്ടം ആൾക്കാർ റെഡ് ഇന്ത്യൻസിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് കപ്പലിൽ നിന്നും തേയില എടുത്ത് കടലിലോട്ട് എറിയുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഏർപ്പെടുത്തിയ ചുങ്കം അല്ലെങ്കിൽ ടാക്സിനെതിരെയായിരുന്നു ഈ സമരം. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരീക്ഷയ്ക്കൊക്കെ നമ്മളോട് ചോദിക്കാം, വാട്ട് ഈസ് ബോസ്റ്റൺ ടീ പാർട്ടി? ദി ഹൈ ടാക്സ് ലെവിഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ് on tea fired up strong protest in America. On 16 December 1773, a group of people disguised as Red Indians boarded the ships at night in Boston Harbor and threw tea into the sea. The protest is known as Boston Tea Party. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഏതാനും ചിന്തകരെ കുറിച്ചാണ്. ഈ ചിന്തകരുടെ ആശയങ്ങളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം നൽകിയത്. ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ജോൺ ലോക്കിനെ പറ്റിയാണ്. ഇംഗ്ലണ്ടുകാരനായ ശ്രദ്ധേയനായ തത്വചിന്തകനായിരുന്നു ജോൺ ലോക്ക്. ഏകാധിപത്യത്തെയും രാജവാഴ്ചയെയും നിശിതമായി വിമർശിച്ച വ്യക്തിയാണ് ജോൺ ലോക്ക്. അതുപോലെ തന്നെ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് എന്ന് വാദിച്ച വ്യക്തി കൂടിയാണ് ജോൺ ലോക്ക്. എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദി റൈറ്റ് ടു സസ്പെൻഡ് ദം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും സാധിക്കില്ല. അതാണ് ജോൺ ലോക്കിൻ്റെ ചിന്താഗതി. ഈ ചിന്താഗതിയും ജനങ്ങൾക്ക് ഭരണവ്യവസ്ഥയ്ക്കെതിരെ പോരാടാൻ പ്രചോദനം നൽകുകയാണ് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന തോമസ് പെയിൻ. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ജനിക്കുകയും അതുപോലെ തന്നെ അമേരിക്കയിൽ വെച്ച് മരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ജോൺ പെയിൻ. ചിന്തകനും വിപ്ലവകാരിയും കൂടിയായിരുന്നു തോമസ് പെയിൻ. റിപ്പബ്ലിക്കൻ ആശയവും അതുപോലെ തന്നെ അമേരിക്ക ബ്രിട്ടനിൽ നിന്ന് വേർപിരിയേണ്ടതിൻ്റെ ആവശ്യകതയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് തോമസ് പെയിൻ. അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത്. There is something absurd in supposing a continent be perpetually governed by a foreign power, England. അതായത് അമേരിക്ക ഇംഗ്ലണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം നേടേണ്ടതിൻ്റെ ആവശ്യകത, അതാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്ക ഇംഗ്ലണ്ടുകാരെ ഭരിക്കുന്നത് ഒട്ടും ശരിയല്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. അതാണ് തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന തൻ്റെ ലേഖനത്തിലൂടെ പ്രധാനമായിട്ടും പങ്കുവെച്ച ആശയം. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കണ്ടത് എന്താണ് വിപ്ലവങ്ങൾ, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്ന് പ്രധാനമായിട്ടും കണ്ടത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്തുകൊണ്ടാണ് വിപ്ലവങ്ങൾ നടന്നത്, നിലവിലിരുന്ന ഭരണവ്യവസ്ഥയ്ക്കെതിരായി ജനങ്ങൾ നടത്തിയ ഐതിഹാസിക പോരാട്ടങ്ങളാണ് വിപ്ലവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജനങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത്, അതാണ് വിപ്ലവങ്ങൾക്ക് പ്രധാനമായിട്ടും കാരണമായിട്ട് തീർന്നത്. ദി പീപ്പിൾ ഹു were deprived of freedom had to fight for it. Some adopted peaceful means.
were some rebellion. All these struggles tried to change the system that denied freedom and rights and to establish no one. Therefore they are known as revolutions. എന്താണ് റെവല്യൂഷൻസ്? വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിലിരുന്ന വ്യവസ്ഥകളെ മാറ്റിമറിക്കുന്നതിനും സ്വാതന്ത്ര്യം നേടുന്നതിനുമായി ജനങ്ങൾ നടത്തിയ ഐതിഹാസിക സമരങ്ങൾ, അതാണ് വിപ്ലവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിപ്ലവങ്ങൾക്ക് കാരണമായി തീർന്നത് എന്തൊക്കെയാണ് അതും നമ്മൾ കാണുന്നുണ്ട്. എൻലൈറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. റിനൈസൻസിനെ കുറിച്ചും നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നുണ്ട്. എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ചാപ്റ്ററിൻ്റെ അകത്ത് കണ്ടു. തിങ്കേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് പ്രൊപ്പഗേറ്റഡ് ദി ഐഡിയാസ് ലൈക്ക് ഫ്രീഡം, ഡെമോക്രസി, ഈക്വാളിറ്റി ആൻഡ് നാഷണലിസം. ഇറ്റ് എൻകറേജ് ദി പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ടു പ്രൊട്ടക്റ്റ് അഗൈൻസ്റ്റ് ദി ഓട്ടോക്രാറ്റിക് സിസ്റ്റം പ്രിവെയിലിംഗ് ദം. അതായത് ഈ ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് വന്ന മാറ്റങ്ങൾ ആൾക്കാർക്ക് പോരാട്ടവീര്യം നൽകുന്നതിൽ ജ്ഞാനോദയത്തിന് നിർണായക പങ്കുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടത്. പിന്നീട് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കണ്ടത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്. നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ജെയിംസ് ഓട്ടിസ് ആണ് ഈ മുദ്രാവാക്യം തയ്യാറാക്കിയത്. ഈ മുദ്രാവാക്യത്തിലൂടെ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് ഗവൺമെൻറ്റിൽ ജനങ്ങൾക്ക് സ്വാധീനം നൽകണം, അതുപോലെ തന്നെ പാർലമെൻറ്റിൽ അവർക്ക് അവസരം നൽകണം, സ്വതന്ത്ര വ്യാപാരത്തിനുള്ള അവസരം നൽകണം. അതൊക്കെയാണ് ഈ മുദ്രാവാക്യം വഴി ആവശ്യപ്പെട്ടത്. പിന്നീട് നമ്മൾ മെർക്കൻ്റലൈസ്ഡ് ലോയെ പറ്റി കാണുന്നുണ്ട്. ഇംഗ്ലണ്ട് നടപ്പാക്കിയ നിയമങ്ങൾ, അമേരിക്കയിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനായിട്ട് ഇംഗ്ലണ്ട് നടപ്പാക്കിയ നിയമങ്ങളാണ് മെർക്കൻ്റലിസ്റ്റിക് ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നുണ്ട്. അതുപോലെ ബോസ്റ്റൺ ടീ പാർട്ടിയെ പറ്റി കാണുന്നുണ്ട്. അതായത് റെഡ് ഇന്ത്യൻസിൻ്റെ വേഷം ധരിച്ച് ജനങ്ങൾ തേയില കടലിലേക്ക് ഒഴുക്കിയ സംഭവം, അതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് അമേരിക്ക തേയിലയ്ക്ക് മേൽ ചുമത്തിയ നികുതിക്കെതിരെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കാണുന്നത്. ഈ സമ്മറിയുടെ ഭാഗം പ്രത്യേകം പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ സമഗ്രയിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി 7907241846 9497489746 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. അടുത്ത വീഡിയോ 1-ാം ചാപ്റ്ററിലെ തന്നെ 2-ാം ഭാഗമായ ഫ്രഞ്ച് റെവല്യൂഷൻസിനെ കുറിച്ചായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ 1-ാമത്തെ ഭാഗത്തിലെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഭാഗത്തിലെ കോണ്ടിനെൻ്റ് അസംബ്ലീസിനെ കുറിച്ചും അടുത്ത ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നതാണ്. Thank you for watching St. Mary's Learning Academy, a real friend for your success.